ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ ലേഡീസ് അവർ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ ദിശകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ വർഷം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ദിശാമാറ്റങ്ങളെക്കുറിച്ചും അപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി മുഖേന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ 3 ദിശകളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത ദിശ എന്താണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകർ പലപ്പോഴും പല എപ്പിസോഡുകൾ മിസ്സായവർക്ക് ഇങ്ങനെ സാറ് തുടക്കം തൊട്ടൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനം. ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി മുഖേന ഫെബ്രുവരി 5 മുതലാണ് നമുക്കിതിൻ്റെ സ്റ്റാർ ചേഞ്ചിങ് ഉണ്ടാകുന്നത്. ഓരോ ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഗുണങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പല ദിശകളെക്കുറിച്ച് പറഞ്ഞു, എന്നാലും ഞാനത് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. തെക്കിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. തെക്ക് ഡയറക്ഷനിൽ ഉള്ള വീടുകൾക്ക് ഇപ്പം ദോഷമാണ് അവിടെ ഉണ്ടാവുക. 5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് തെക്കിൽ വരുന്നത്. അതിൻ്റെ ദോഷം മാറുവാൻ നമുക്ക് ആ തെക്ക് ഡയറക്ഷനിലെ പ്ലാന്റ്സൊക്കെ ഉപയോഗിക്കാം. ഗ്രീൻ ഷെയ്ഡ്സ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. പ്ലാന്റ്സ് ഒത്തിരി തെക്ക് ഡയറക്ഷനിൽ ഒത്തിരി പ്ലാന്റുകൾ വയ്ക്കണം. അടുത്ത ഇതെന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകളിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്റ്റൽസൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊന്നും ഇപ്രാവശ്യം പാടില്ല. ക്രിസ്റ്റൽസൊക്കെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നല്ലൊരു ബ്രൈറ്റ് ലൈറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തേക്ക് കുറേ മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വന്നത് പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകളിലെ കുട്ടികൾക്കൊക്കെ അല്പം പ്രോബ്ലംസൊക്കെ ഉണ്ട്. അവിടുത്തെ ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ 3 ആണ് വരുന്നത്. അത് എന്താ പറയുക, വഴക്ക് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഡയറക്ഷനിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വഴക്ക്, കുട്ടികളുമായിട്ടായിരുന്നാലും മുതിർന്നവരുമായിട്ടായിരുന്നാലും ഒത്തിരി കലഹങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. പിന്നെ മാത്രമല്ല, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതൊത്തിരി ബാധിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം അവിടെ റെമഡി 3 എന്ന് പറയുമ്പോൾ വുഡ് എനർജിയാണ്. അത് കുറയ്ക്കുവാൻ വേണ്ടി മെറ്റൽ എനർജി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്കൊരു വിൻചെയിംസ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ വീട്ടിലെ ഗ്രഹനാഥൻ്റെ തട്ടാണ്. എല്ലാ വീടുകളിലും പൊതുവേ നോർത്ത് വെസ്റ്റ് ഗ്രഹനാഥനും സൗത്ത് വെസ്റ്റ് ഗ്രഹനാഥയുമാണ്. വെസ്റ്റ് കുട്ടികളെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇപ്പം വന്നിട്ടുള്ളത് അസുഖങ്ങൾ കൂടുതൽ വരുത്തുവാൻ ചാൻസ് ഉള്ള 2 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അറിയാമല്ലോ, ഒരു വീട്ടിലെ ഗ്രഹനാഥൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ സ്ഥിതി തന്നെ താളം തെറ്റുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ അവിടെ വന്നതുകൊണ്ട് വീട്ടിലെ ഗ്രഹനാഥനൊക്കെ ഒത്തിരി പ്രശ്നം വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ, അതിൻ്റെ റെമഡി നമ്മളൊന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾക്ക് നമുക്ക് മാറ്റം ഉണ്ടാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഈ പലപ്പോഴും അവിടെ മെറ്റൽ എനർജിയാണ്. ഇപ്പം വെസ്റ്റും അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റും മെറ്റലാണ് എനർജി. അപ്പോൾ മെറ്റൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് യെല്ലോ കളർ ക്രിസ്റ്റൽ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡുള്ള ക്രിസ്റ്റൽസൊക്കെ കൂടുതലായിട്ട് നമുക്കവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്, പിരമിഡ് ടൈപ്പ് ഇരിക്കുന്ന ക്രിസ്റ്റൽസ്, ക്രിസ്റ്റൽ ബോളുകൾ, ഇങ്ങനെയുള്ള പിന്നെ ഈ ഒത്തിരി യെല്ലോ കളറിൽ വരുന്ന ഒത്തിരി ക്രിസ്റ്റൽസൊക്കെ നമ്മൾ അവിടെ അതാണ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ട്. മെറ്റൽ എനർജി ആകുമ്പോൾ യെല്ലോ ആണ് കൂടുതലായിട്ട് നമുക്ക് വെച്ച്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതെല്ലാം അവോയ്ഡ് ചെയ്യണം. അവിടെ വെച്ചിട്ടുള്ള ക്രിസ്റ്റൽസ്, യെല്ലോ കളറിലുള്ള വേറെ മെറ്റലൊന്നും പ്രോബ്ലം ഇല്ല, ക്രിസ്റ്റൽസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. 2 എന്ന് പറയുന്ന കോമ്പിനേഷൻ ക്രിസ്റ്റൽസ് വയ്ക്കാൻ പാടില്ല. ഓക്കെ, ഗ്രഹനാഥൻ്റെ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ക്രിസ്റ്റൽസ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ രണ്ടാമത് കോമണായിട്ട് നമുക്കവിടെ വിൻചെയിംസ് ഇടാം. ആ വിൻചെയിംസ് നമുക്ക് കുറച്ച് വിൻചെയിംസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. 6 റോഡാണ് ബെറ്റർ. അത് കോമണായിട്ട് നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നല്ല മാറ്റം നമുക്കവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. ആ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിലൊക്കെ നമ്മൾ ബ്രൈറ്റ് ലൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രോബ്ലം ഇല്ല. ടോയ്ലറ്റ് ആണെങ്കിൽ നമുക്കത് ബ്രൈറ്റ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നോർത്ത് വെസ്റ്റ് ഇപ്രാവശ്യം കെയർ ചെയ്യണം. എല്ലാ ദിശകളും കെയർ ചെയ്യണം. അതിനുപരിയായിട്ട് ഗ്രഹനാഥൻ്റെ തട്ടാണ്. ഗ്രഹനാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഈ ഗ്രഹനാഥൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആണിനെയോ അല്ല ഉദ്ദേശിക്കുന്നത്.
വീട്ടിൽ സാമ്പത്തികം കൊണ്ടുവരുന്ന ആരാണോ അയാളാണ് ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം. കാരണം പല വീടുകളിൽ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അയ്യോ എൻ്റെ അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, അച്ഛൻ വളരെ വർഷങ്ങൾക്ക് കൂടെ, അച്ഛൻ എന്ത് ചെയ്യും, അച്ഛൻ കിടപ്പിലാണ്, പല വീടുകളിലും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീട്, അപ്പോൾ ആ ഗ്രഹനാഥന് വേണ്ടി വീട് നമ്മൾ സൂട്ടബിൾ ആക്കിയാൽ അച്ഛൻ കിടക്കുന്ന അച്ഛൻ എണീക്കൂ? ഇല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി വീട്ടിലുള്ള സാമ്പത്തികം കൊണ്ടുവരുവാൻ, വീടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ആളെയാണ് ഗ്രഹനാഥൻ. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട് എന്ന് പറയുമെങ്കിൽ നമ്മൾ രണ്ടുപേരെയും നോക്കും. ഇല്ല, ഭർത്താവിന് ജോലിയില്ല, ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ഭാര്യയാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് വീട്ടിലുള്ള ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണോ അവർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് എനർജി, അതാണ് നമ്മളൊരു വീട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ അത് നോക്കുമ്പോൾ അങ്ങനെ ആരാണോ അവിടെ നിന്ന് പോകുന്നത് ആ ആളുടെ തൊട്ടാണ് ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് കോർണർ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി വന്നാൽ എന്ത് ചെയ്യും? ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. സംഭവം ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്താണ്. ട്രാൻസ്ഫറായി അവിടെ ട്രിവാൻഡ്രത്തെത്തി ഒരു ദിവസമേ ജോലിക്ക് പോയിട്ടുള്ളൂ, 3 നാടത്തെ ട്രാൻസ്ഫർ. കാരണം ഈ ഒരു വിഷയമാണ് പുള്ളിക്കാരത്തി അറിയുന്നില്ല, ഒരു ലേഡിയാണ്, ടീച്ചറാണെന്ന് മറ്റുമാണ് അത്. അപ്പോൾ ആ ഒരു വിഷയമായിട്ട് വന്നു. ഞാൻ നോക്കി വീടിനെ കുറിച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഇതാണ് പ്രോബ്ലം, നോർത്ത് വെസ്റ്റിലാണ് പ്രോബ്ലം. സാധാരണ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും നോർത്ത് വെസ്റ്റിലാണ് അവർ സെപ്റ്റിക് ടാങ്ക്, ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പോലും നോർത്ത് വെസ്റ്റിൽ സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റൊക്കെ ആ ഭാഗത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് അത് ഗ്രാജ്വലി അത് എഫക്റ്റ് ചെയ്യുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നോർത്തും അതാണ്, വരെ എപ്പിസോഡ് കൊണ്ട് ഞാൻ നോർത്തിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവും. തൊഴിൽ തടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഭാഗത്ത് നിന്ന് കുറച്ച് നോർത്ത് വെസ്റ്റിലോട്ട് മാറ്റി വയ്ക്കും. നോർത്ത് വെസ്റ്റിലോട്ട് മാറ്റുമ്പോൾ സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾക്കും അത് എഫക്റ്റ് ചെയ്യും. കാരണം കുട്ടികളുണ്ടാവാതിരിക്കുക, പല വീടുകളിലും വിവാഹം കഴിഞ്ഞ് ഇത്ര വർഷമായി എനിക്ക് കുട്ടികളില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ നോർത്ത് വെസ്റ്റ് ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകിൽ ഒരു കിണറുണ്ടാവാം, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാവാം. അവരുടെ കുടുംബ വീട്ടിലായിരുന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നോർത്ത് വെസ്റ്റിലാണ്, വായുകോണാണ് അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച്. അപ്പോൾ അവിടെയുള്ള ദോഷങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ പോലെ മറ്റേ പണ്ടുള്ള ആൾക്കാർ പറയും പോലെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് സ്റ്റാറും കൂടെ അവിടെ വന്നിട്ടുണ്ട്, 2. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും വലിയ നെഗറ്റീവ് സ്റ്റാർ 2 ആണോ? അല്ല, എല്ലാം നെഗറ്റീവാണ്. ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ആണ്. ഈ 2ഉം 5ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഏറ്റവും അധികം നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ സാധിക്കും. 5 നെഗറ്റീവാണ്, 2 നെഗറ്റീവ്. മറ്റൊന്നൊക്കെ നമുക്ക് റെമഡീസ് ഉണ്ട്, ഓരോന്നും നമുക്ക് ചെയ്താൽ മാറ്റിയെടുക്കും. ഈ 2-5 കോമ്പിനേഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ നെഗറ്റീവേ ഉള്ളൂ. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചെന്ന് 2-5 കോമ്പിനേഷനുള്ള റൂമിലൊക്കെ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ 1 മണിക്കൂർ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരുമാതിരി തലയ്ക്കകത്ത് ചൂടും ഓവർ BP ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്ര നാൾ അങ്ങനെ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം ഇതെല്ലാം ഒരു പേപ്പർ നോട്ട് ഇട്ട് വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാവും. നമസ്കാരം.